ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ച് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. കൗതുകമുണർത്തുന്ന കാഴ്ചകൾക്കൊപ്പം അധികൃതരുടെ കണ്ണു തുറക്കേണ്ട വാർത്തകളും തേടിയുള്ള റൈഡിംഗ് റിപ്പോർട്ടറിന്റെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. മുംബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ചിത്രം കെട്ടിടങ്ങളും വാഹനങ്ങളുടെ തിരക്കുകളും ഒക്കെയുള്ള വലിയ നഗരമാണ്. എന്നാൽ മുംബൈ തീരത്ത് ഏറെ അകലെയല്ലാതെ ശാന്തസുന്ദരമായ ഒരു ദ്വീപുണ്ട്. എലിഫന്റ കേവ്സ് എന്ന പ്രാചീന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഖാരാപൂർ ദ്വീപ്. മുംബൈയിലെ ഖാരാപൂർ ദ്വീപിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. മുംബൈ ഖാരാപൂർ ദ്വീപിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എലിഫന്റ കേവ്സിലേക്കുള്ള റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര തുടങ്ങുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ നിന്നാണ്. പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 260 രൂപയാണ് ഒരാൾക്ക് ബോട്ട് യാത്രയ്ക്ക് ആകെ ചിലവ്. ബോട്ടിൽ കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര പോകാം. കടൽ കാഴ്ചകളാണ് എലിഫന്റ കേവ്സിലേക്കുള്ള യാത്രയുടെ ഹൈലൈറ്റ്. ഡീലക്സ് ടിക്കറ്റാണ് എടുത്തതെങ്കിലും ബോട്ട് അത്ര ഗംഭീരമല്ല. യാത്രാമധ്യേ നാവികസേനയുടെ കപ്പൽ വന്നു. അതിന് കടന്നുപോകാൻ വഴി നൽകിയ ശേഷമാണ് മുന്നോട്ടുള്ള യാത്ര. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം എലിഫന്റ ദ്വീപിലേക്ക് എത്താൻ. ദ്വീപിൽ നമ്മൾ ബോട്ട് ഇറങ്ങിയതിനു ശേഷം പിന്നീട് തുടർന്ന് മുന്നോട്ടുള്ള യാത്ര എലിഫന്റ കേവ്സിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടം അത് ഈ ടോയ് ട്രെയിനിലാണ്. 18 രൂപ ടിക്കറ്റ് എടുത്താൽ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാം. ഏതാണ്ട് 1 കിലോമീറ്റർ നീളത്തിലാണ് ഈ ടോയ് ട്രെയിൻ യാത്ര. അതിനുശേഷം ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ ഒന്നുണ്ട്. അവിടെ ഗ്രാമപഞ്ചായത്ത് ടാക്സ് എന്ന പേരിൽ 5 രൂപ ഒരാൾക്ക് എന്നുള്ള നിരക്ക് നൽകേണ്ടതുണ്ട്. അതിനുശേഷം മുന്നോട്ട് പ്രധാന കവാടത്തിലേക്ക് പോകാം. അവിടെയാണ് ടിക്കറ്റ്. ഏതായാലും വഴിയിൽ ഇരുവശത്തും ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഇവിടെയുള്ള പ്രാദേശികമായ ആളുകൾ തന്നെയാണ് ഈ കടകളൊക്കെ തന്നെ നടത്തുന്നത്. ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള സാധനങ്ങളുമായി ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറച്ച് കുറവാണ്. കടകളിൽ വലിയ തിരക്ക് കാണാനുമില്ല. ഏതാണ്ട് 120 പടികൾ കയറിയാണ് ഏറ്റവും മുകളിലുള്ള എലിഫന്റ കേവ്സിന് മുന്നിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 180 മീറ്റർ ഉയരത്തിലാണ് എലിഫന്റ കേവ്സ്. യഥാർത്ഥത്തിൽ എലിഫന്റ എന്നത് ഇവിടുത്തെ പ്രാദേശിക പേരല്ല. അത് മുൻപ് പോർച്ചുഗീസുകാർ നൽകിയ ഒരു പേരാണ്. പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് അവരിവിടെ വന്നപ്പോൾ ഏക കല്ലിൽ നിർമ്മിച്ച ഏകശിലാശില്പമായ ഒരു വലിയ ആനയുടെ രൂപം അവർ കണ്ടു. അതേ തുടർന്ന് ഈ പ്രദേശത്തെ എലിഫന്റ എന്ന് വിളിച്ചു എന്നതാണ് അതിൻ്റെ ചരിത്രം. ഏതായാലും ആ പ്രതിമ ഇപ്പോൾ ഇവിടെയില്ല. മുംബൈയിൽ ഒരു മ്യൂസിയത്തിലുണ്ട്. എന്നാൽ ശിലാക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
2 മലകളാണ് ഖാരാപുരിയിലുള്ളത്. അതിലൊരു മലയിലാണ് പ്രധാന ക്ഷേത്രം. ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു പ്രാചീന ക്ഷേത്രമാണ്. ഇന്നവിടെ പൂജയൊന്നുമില്ല. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ് എടുത്താൽ ക്ഷേത്രം ചുറ്റിക്കാണാം. ചിത്രീകരണം കടുത്ത നിയന്ത്രണങ്ങളോടെ മാത്രമാണ്. എലിഫന്റ് എന്നത് പോർച്ചുഗീസുകാർ നൽകിയ ഒരു പേരാണെന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥ നാമം പിന്നെ എന്താണ്? ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഖാരാപുരി എന്നതായിരുന്നു ഈ പ്രദേശത്തിൻ്റെ മുൻപുള്ള പേര്. ഖാര എന്നാൽ പ്രീസ്റ്റ് അഥവാ പൂജാരിമാർ, സന്യാസിമാർ എന്നൊക്കെ അർത്ഥം വരും. പുരി എന്നാൽ ഒരു നഗരം എന്ന അർത്ഥവും. അതായത് സന്യാസിമാർ ധ്യാനിക്കാനായി എത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു മുൻപ് ഇത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട നിറയെ മരങ്ങളുള്ള ശാന്തമായൊരു പ്രദേശം ധ്യാനത്തിന് അവർ തിരഞ്ഞെടുത്തു. പിന്നീട് ഇവിടെ ക്ഷേത്രം ചാലൂക്യ രാജവംശം ഉണ്ടാക്കി എന്നതാണ് ചരിത്രം. അഞ്ച് ഗുഹകളാണ് ആകെയുള്ളത്. അതിലൊന്നിൽ മാത്രമേ കല്ലിൽ കൊത്തിയ ശില്പങ്ങളുള്ളൂ. പ്രധാന ഗുഹയിലെ ആദ്യ ആകർഷണം സദാശിവ വിഗ്രഹമാണ്. സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്ന സങ്കല്പത്തിൽ ത്രിമൂർത്തി വിഗ്രഹം, നടരാജ വിഗ്രഹം, അന്തകാസുരവധം, മഹായോഗി, അർദ്ധനാരി, രാവണ അനുഗ്രഹമൂർത്തി, അങ്ങനെ ശിവഭഗവാന്റെ ശില്പങ്ങൾ. ചുരുക്കത്തിൽ പ്രാചീന കാലത്തെ ഒരു ശിവക്ഷേത്രമായിരുന്നു ഇതെന്ന് വിശ്വസിക്കാം. ഗൈഡ് സന്ദീപ് ഞങ്ങളെ ഓരോ വിഗ്രഹത്തിലെയും നിർമ്മാണത്തിലെ സൂക്ഷ്മത വിശദീകരിച്ചു. മുകളിൽ നിന്ന് താഴേക്കെന്ന വിധം കൊത്തിയുണ്ടാക്കിയ ഗുഹാക്ഷേത്രമാണിത്. AD 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്നാണ് അനുമാനം. ചാലൂക്യ രാജവംശം നിർമ്മിച്ചതെന്ന് ഒരു വാദമുണ്ട്. ഗവേഷകർക്കിടയിൽ അക്കാര്യത്തിൽ ഏകാഭിപ്രായമില്ല. അജന്ത എല്ലോറ ഗുഹകളോട് സാമ്യമുള്ളതാണ് ഈ ഇടം. ക്ഷേത്രത്തിൽ പൂജ വേണമെന്ന് മഹാരാഷ്ട്ര മന്ദിർ സംഘ് എന്ന സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പക്ഷേ അനുവദിച്ചിട്ടില്ല. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ വിഗ്രഹങ്ങൾ പലതും പാതി തകർന്ന അവസ്ഥയിലാണ്. ബോട്ടിൽ കടൽ കാഴ്ചകൾ കണ്ടുള്ള മനോഹര യാത്ര, പിന്നീട് ടോയ് ട്രെയിനിൽ മുന്നോട്ടുള്ള തുടർ യാത്ര, അവിടെ നിന്നും മലമുകളിലേക്ക് നടന്നു കയറ്റം, ഏറ്റവും ഒടുവിൽ പ്രാചീനമായ ഒരു കലാസൃഷ്ടിയെ നേരിട്ട് അനുഭവിക്കാൻ അറിയാനുള്ള സുവർണാവസരം. സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്നുണ്ട് എലിഫൻ്റ കേവ്സിലേക്കുള്ള ഈ യാത്ര. വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഏതായാലും ബോട്ടും ട്രെയിനും അങ്ങനെ അത് കടന്നു ചെന്നാൽ ചരിത്രവും കലയും ഒക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റാവുന്ന ഏറ്റവും നല്ലൊരിടമാണ് എലിഫൻ്റ കേവ്സ്. ശ്രീനാഥ് ചന്ദ്രനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ ഡെസ്റ്റിനേഷൻ ഏതായാലും നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് പാലക്കാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പാലക്കാട്ടെ സുന്ദരമായ സ്ഥലങ്ങൾ പലരും നമുക്ക് പരിചയപ്പെടുത്താറുമുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടർ പാലക്കാട്ടെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം പരിചയപ്പെടുത്തുകയാണ്. വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് മണ്ണാർക്കാട്ടെ പാലക്കയത്തിനടുത്തുള്ള ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം. പ്രകൃതി ഒരുക്കിയ പാറക്കെട്ടുകളും വനാന്തരീക്ഷവും ഒക്കെ വല്ലാത്തൊരു അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുക. മണ്ണാർക്കാട്ടെ പാലക്കയത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ പ്രേക്ഷകരെ, റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് മണ്ണാർക്കാട് പാലക്കയത്താണ്. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ഈ മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾ ഒരു പ്രത്യേക അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുക. പാലക്കയത്തുള്ള ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. സഞ്ചാരികൾക്ക് അങ്ങനെ പരിചിതമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമല്ല. എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രക്കിടെയാണ് നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടത്. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. മലനിരകൾ, ഡാം, അടക്കം തന്നെ ഈ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വളരെ രസമുള്ള കാഴ്ചയാണ്, ഭംഗിയുള്ള കാഴ്ചയാണ്. തൊട്ടിപ്പുറത്ത് മലനിരകൾ കാണാം, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ ഏതാണ്ട് മഴ കൂടി തുടങ്ങിയതോടുകൂടി ഒരുപാടധികം സഞ്ചാരികൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതിയാണ് നമ്മൾ വാഹനം ഇവിടെ നിർത്തിയത്. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിനി കോട്ടിട്ടേ യാത്ര ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നനഞ്ഞു കുളിക്കും. മഴയത്ത് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പ്രശ്നമില്ല, പക്ഷേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കൊക്കെ നനയും. അപ്പോൾ അതുകൊണ്ട് കോട്ടിട്ടിട്ട് നമുക്ക് ഇനി യാത്ര തുടരാം.
ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ ഈ ഉച്ചനേരത്തിൻ്റെ സാമാന്യം നല്ല ഇരുട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാം, ആ കാഴ്ചകളിലേക്ക് നടന്നു ചെല്ലാം. അങ്ങനെ ഒടുവിൽ വഴി തെറ്റി പിണഞ്ഞ് നമ്മൾ ഇരുട്ടുകുഴിയിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെ വേണം പറയാൻ. ഈ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ അപകടങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നല്ല 2 ആൾ താഴ്ചയുള്ളൊരു കുഴിയുണ്ട്. ആ കുഴിയുടെ അരികിലേക്ക് ഇവിടെയുള്ള ആളുകളൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ചൂട് കാലത്തൊക്കെ ഒന്ന് വന്നൊന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നല്ല മഴക്കാലാണ്, ഒരു പെരുമഴ ഇവിടെ പെയ്ത് തുറന്നിട്ടേ ഉള്ളൂ. എന്നിരിക്കെ പോലും ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് കുറച്ച് സമയം നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ചുകൂടെ അപ്പുറത്താണ് ആ കുഴി. നമുക്ക് കുഴിയുടെ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. അവിടെ ഒരു ഇരുട്ടുള്ള ഭാഗമുണ്ട്. അവിടെ നല്ല 2 ആൾ താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇരുട്ടുകുഴി. അവിടേക്ക് ആളുകളൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്ന ആളുകളാണെന്ന് തന്നെ ആ ഭാഗത്തേക്ക് അധികം പോകാറില്ല. അതുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇരുട്ടുകുഴി എന്നൊരു പേര് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വിവിധ പ്രദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു അസൗകര്യവും ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വളരെ സമ്പന്നമായെന്ന് പറയത്തില്ല, പ്രകൃതി രമണീയമായ പ്രദേശമാണ്. ഇതിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ വെള്ളച്ചാട്ടങ്ങളിൽ പ്രകൃതി രമണീയമായ നല്ല കാഴ്ചകളുമുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ലൊരു വിനോദസഞ്ചാര മേഖലയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് ശിരുവാൺ ഡാം, പാലക്കത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്ത് തന്നെ ശിരുവാൺ ഡാം. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതിപ്പം ഓൾറെഡി ബ്ലോക്കാണ്. പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമുണ്ട്, ഇവിടെ ചാർലി വെള്ളച്ചാട്ടമുണ്ട്, ആറ്റിലെ വെള്ളച്ചാട്ടമുണ്ട്. ഇതിനെവിടെ ലിങ്ക് റോഡ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം ഇവിടെ ഉയർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പാലക്കയത്ത് നിന്നും ശിരുവാണി അണക്കെട്ടിലേക്ക് നേരത്തെ ബസ് സർവീസും ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടുത്ത നിയമങ്ങൾ കാരണം ഇതൊക്കെ അവസാനം ബസ് സർവീസും ഒക്കെ നിന്ന് പോയതുകൊണ്ട് ആ ലിങ്ക് അവസാനിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രമേ അവിടെ സന്ദർശിക്കുന്ന ഒരവസ്ഥയുള്ളൂ. അതിനും മാറ്റം വരണം. സത്യത്തിൽ ഈ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ നല്ല ആഴാണെന്ന് കേട്ടത്. കുറച്ച് ആ ഭാഗത്തേക്ക് ആയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇരുട്ടുകുഴി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നേരത്തെ ഇവിടുത്തെ പ്രദേശവാസികൾ സൂചിപ്പിച്ചതുപോലെ ടൂറിസം സാധ്യതകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. അത് ടൂറിസം വകുപ്പ് കണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. അപ്പൊ അങ്ങനെ ഇനിയൊരു സ്പോട്ട് കൂടി നമ്മുടെ ലിസ്റ്റിലേക്ക് എത്തുന്നു. ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം പാലക്കാടാണ്, പാലക്കയത്താണ്. അവിടുത്തെ മനോഹര കാഴ്ചകളാണ് നിഖിൽ പ്രമേഷ് പങ്കുവച്ചത്. വെൽക്കം ബാക്ക് ടു റൈഡിംഗ് റിപ്പോർട്ടർ. മലപ്പുറം മേൽമുറിയിൽ 2 പേർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇനി പോകുന്നത്. ആരൊക്കെ തമ്മിലാണ് ഗാഠമായ ആ സ്നേഹമെന്ന് അറിയണ്ടേ? മേൽമുറിയിൽ ഷിമിലിന് കാവേരി പ്രാണന് തുല്യമാണ്. ഒരു നാടിന്റെ മുഴുവൻ പ്രിയങ്കരിയായ കാവേരിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഇത് മലപ്പുറത്താണ്. മലപ്പുറത്ത് എവിടെ? മലപ്പുറത്ത് മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുങ്കം എന്ന് പറയും. മേൽമുറി ചുങ്കം. യെസ്, നമ്മുടെ AR ക്യാമ്പിന്റെ അടുത്താണ്. ഭയങ്കര വൈറലാണല്ലോ അല്ലേ? ഭയങ്കര വൈറലാണ്. കുറെ ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്നാട് പോയാലോ? യെസ്, പോവാം. വണ്ടി എടുത്തു അല്ലേ? നിന്നിട്ടൊക്കെ ഇണങ്ങും, എല്ലാവരും ഇണങ്ങുന്ന രസം ആണ്. ഓക്കെ, വണ്ടി എടുത്ത് പോയി. യെസ്, പോയി. ഓക്കെയാണോ? ഇപ്പൊ മുരളിയെ നമ്മള് ഷെമിലിനെയും അതുപോലെ തന്നെ
കാവേരിനും കാണാനാണ് വന്നിട്ടുള്ളത്. കാവേരി ഫേമസ് അല്ലേ മലപ്പുറത്ത്? ഇപ്പൊ മലപ്പുറം വിട്ട് കേരളം മൊത്തം, കേരളത്തിന് പുറത്തും ഫേമസ് ആണെന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ആണല്ലേ? ഷിമിലിന്റെ ശരിക്കും ഒരു പ്രണയനിയാണോ തോന്നും. ഓന്റെ സ്വഭാവം, ഓന്റെ പെരുമാറ്റം, മറ്റും കാര്യങ്ങളും. അതാ ഷിമിലിന് കാവേരിയാ നിൽക്കണ. ഷിമിലേ, സംഭവം അടിപൊളിയാണല്ലോ. നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാണ്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? എന്താ ഉഷാറാണ്, അങ്ങനെ പോകുന്നു. കാവേരി എപ്പോഴാ അവിടെ എത്തിയേ? കാവേരി വന്നിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായി. ഇപ്പൊ കാവേരിയാണ് ഇപ്പൊ ട്രെൻഡ്. കാവേരി അത്ര ചില്ലറക്കാരിയൊന്നുമല്ല. ഗജറാണി പട്ടമൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ആനയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ കേരളത്തിൽ ചങ്ങലയൊന്നും ഇടാതെ സഞ്ചരിക്കുന്ന ഒരു ആനയാണ് ഈ കാവേരി എന്നുള്ളത്. അപ്പം ഇന്ന് കാവേരിയുടെയും ഒപ്പം തന്നെ കാവേരിയുടെ യജമാനൻ ഷമീലിന്റെയും വിശേഷങ്ങളാണ് റൈഡിംഗ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത്. കാവേരി അല്ല നമ്മളെ ഫസ്റ്റ് ആന, നമ്മളെ ഒരു കൊമ്പനാനയാണ്. പിന്നെയാണ് കാവേരിനെ കിട്ടേണ്ടത്. പക്ഷെ കാവേരി ഇങ്ങനെ സീറ്റിംഗ് ആവുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം കാവേരി നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം മോശപ്പെട്ട രീതിയിലായിരുന്നു ശരീരം ഇതൊക്കെ ആയിട്ട്. അപ്പം എല്ലാവരും എന്നെ വിലക്കി. അത് ശരീരം കയറൂല, നന്നാവൂല, ആന അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് കയ്യിലിരിപ്പുണ്ട് എൻ്റെ അടുത്ത്. അപ്പം എല്ലാവരും അത് വേണ്ടെന്ന് പറഞ്ഞൊരു മുതലേന്. പക്ഷെ ഇപ്പോൾ കാവേരിക്ക് ഞാനും എനിക്ക് കാവേരി, ഞങ്ങൾക്ക് രണ്ടാക്കും കഴിഞ്ഞിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുള്ളൂ. ഇവളെ പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ പറയില്ല, ഞാൻ ഉണ്ടെങ്കിൽ എന്തും ഓക്കെയാണ്. ഒരു തോട്ടിന്റെ വടിന്റെ ചെങ്ങലിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറയില്ല, ഞാൻ പോയി കൊണ്ട് അയച്ചു വിടും. നാട്ടിലും തന്നെ ഇപ്പോൾ ഞാൻ ഈ ആനന്റെ ചെങ്ങല ലോറിയിൽ നിന്ന് എടുക്കലേ ഇല്ല. ഈ തറിയിൽ ഈ കയറുമ്പോൾ കെട്ടും, വൈകുന്നേരമായി അയച്ചു വിടും. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ ഞാൻ പറയാം, നമ്മൾ എവിടെ ഉണ്ടോ അവിടെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണ്, എന്ത് കാര്യമാണെങ്കിലും 30 നമ്മളെ കൂടെ ഉണ്ടാവും. അല്ലാതെ കൈവിട്ട് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അടിച്ചിട്ടും കുത്തിയിട്ടൊന്നും ഇവളെ കൊണ്ടെടുക്കാൻ പറ്റില്ല. അവളിങ്ങനെ സോപ്പിട്ട് കൊഞ്ചിച്ച് ഇങ്ങനെ നടക്കേണ്ട ഒരാളാണ്. എങ്ങനെയാണ് പൊതുവെ നാട്ടുകാര് വീട്ടുകാരൊക്കെ ഉള്ളൊരു സപ്പോർട്ട്? അല്ല, നാട്ടുകാരും വീട്ടുകാരും സപ്പോർട്ട് ആണല്ലോ ഇതിൽ ഏറ്റവും മെയിൻ. നാട്ടുകാരെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ ആന വൈക്ക് കൂടെ നടന്നു പോകണേ ആരും ഇവളോട് ചൊറിയാനും മാന്താനും ഇല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ആന ഒരു വാക്ക് കൂടെ പോകുമ്പോൾ മറ്റേ ആൾക്കാർ അപ്പുറത്ത് കൂടെ പോകും. ആ സ്ഥാനത്ത് ആരെങ്കിലും ഈ പറഞ്ഞ മാതിരി ആനയായിട്ട് വന്ന് തൊടാനോ പിടിക്കാനോ ആരും വരില്ല. നാട്ടുകാർ വീട്ടുകാർ സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും മെയിൻ. ആന അല്ലാതെ ഇപ്പൊ കാവേരി അല്ലാതെ മറ്റ് കലാപരിപാടികൾ എന്തൊക്കെയാ? പിന്നെ 8 ഐറ്റം കുതിരകളുണ്ട്, പിന്നെ പശുക്കളുണ്ട്, ആടുണ്ട്, എല്ലാ ഐറ്റം. പിന്നെ നായ്ക്കളുണ്ട്, പല ഐറ്റം നായ്ക്കളുണ്ട്, എല്ലാ ഐറ്റംസും. നാട്ടിലൂടെയൊക്കെ പോകുമ്പോ അത് ഒരു ഭയങ്കര ഒരു അഭിമാന സംഭവമാണ്. അല്ല, അഭിമാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഇതെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളൊരു മറ്റേ കൂട്ടുകാരെ കൊണ്ടെടുക്കുന്ന മാതിരിയാണ്. കാരണം നമ്മൾ നടന്ന് നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പൊ വണ്ടിയില്ല വടി ഒക്കെ അവളെ അടുത്ത് തന്നെയാണ്. അത് നിറഞ്ഞിപ്പോൾ എന്തേ പുല്ല് പറിച്ച് കഴിക്കണില്ല, ആ വടി എടുത്ത് കഴിച്ചാൽ വടി എടുത്ത് പോരും. വടി എവിടെയും മറന്നു വെക്കുക. ഞാൻ മറന്നു വെച്ചാലും 36 വടി മറന്നു വെക്കുക പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, എവിടേക്കും ഇനിയിപ്പോൾ ഏത് പോയാലും ഞാൻ എവിടെ അയച്ചു കൊടുക്കും. ആള് വിളിച്ച വിളിപ്പുറത്ത് നമ്മളപ്പം ഉണ്ടാവും. ഇതിന്റെ മേലെ 18 ഗിയറാണ്. അത് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററൊക്കെ ഉണ്ട് പുറത്ത് കയറിയാൽ. അപ്പം കാവേരിയും ഷിമിലിയുമാണ് ഈ നാട്ടിലെ താരങ്ങൾ എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് കാവേരി ഈ നാട്ടിലെ കണ്ണിലുണ്ണിയാണ്. കാരണം കാവേരിയെ കൊണ്ടുവരുന്ന സമയത്ത് ഷിമിലി കുറെ പഴിയൊക്കെ കേട്ടെങ്കിലും പക്ഷെ ഇന്ന് ഈ കാവേരി കാരണത്താൽ ഷിമിലി ഒരുപാട് എന്താ പറയുക അഭിമാനിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇനി മറ്റൊരു ദിവസത്തിലാവാം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.
അങ്ങനെ കാവേരി മേൽമുറിക്കാരുടെയും ഷിമിലിൻ്റെയും ഒക്കെ സ്നേഹം ഏറ്റുവാങ്ങി അവിടെ മിടുക്കിയായി വളരട്ടെ. അവിടേക്ക് സന്ദർശകർക്ക് പോകാം, കാവേരിയെ കണ്ട് സ്നേഹമൊക്കെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പോടെ പത്തനംതിട്ട ബ്യൂറോ യാത്ര നടത്തുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അധികം ആരും അറിഞ്ഞ ഒരു സ്ഥലത്തേക്കല്ല യാത്ര പോകുന്നത്. പക്ഷേ പ്രകൃതി അതിൻ്റെ പച്ചപ്പും ഹരിതാഭവും വേണ്ടുവോളം നൽകിയ ഒരു സ്ഥലമുണ്ട് കോന്നിയിൽ. കോന്നി മെഡിക്കൽ കോളേജിനടുത്തുള്ള 20 ഏക്കർ വെള്ളച്ചാട്ടം. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആരെയും ആകർഷിക്കുന്ന കാഴ്ചകൾ കോന്നിയിലെ 20 ഏക്കറിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ മഴക്കാലത്തോളം അത്ര മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന കാലം മറ്റൊന്നില്ല. ഇതാ നമ്മൾ നിൽക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിനടുത്തെ 20 ഏക്കർ എന്ന സ്ഥലത്താണ്. 20 ഏക്കർ വെള്ളച്ചാട്ടമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. വശ്യമനോഹരമാണ്, കണ്ണിന് കാഴ്ചയ്ക്ക് അത്ര കണ്ട് ഇമ്പമാണ് ഈ സ്ഥലത്ത്. മനോഹരമായ വെള്ളച്ചാട്ടം. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. നല്ല മഴയാണ്. കോന്നി 20 ഏക്കറിലാണുള്ളത്. ചേട്ടാ, 20 ഏക്കർ തന്നെയല്ലേ ഇതിന്റെ പേര്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? വൈബ് നല്ല വൈബാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല മഴയാണ്, നല്ല നല്ല ചൂടായിരുന്നു ഒരു ആഴ്ച മുമ്പ്. ശരിക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ മഴ പെയ്തപ്പോൾ നല്ല കാലാവസ്ഥ മാറി, നല്ല തണുപ്പായി. അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമല്ല ഇത്, അറിയപ്പെടാത്ത സ്ഥലമാണ്. ഇപ്പൊ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇപ്പൊ അറിയാൻ തുടങ്ങി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപകടങ്ങൾ ഇന്നേ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നവരെ അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ വെള്ളച്ചാട്ടം വരുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കുറച്ച് പേര് വരും. നല്ല മഴ, നല്ല നല്ല വൈവായതുകൊണ്ട് നമുക്ക് കുറച്ച് പേര് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ വന്ന് സന്തോഷമായിട്ട് പോകും. മഴയുള്ളപ്പോഴേ വെച്ച് തണുപ്പും കാര്യങ്ങളും ഇവിടെ കിട്ടത്തുള്ളൂ. ചൂടാകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. മഴയില്ല, നല്ല സുഖമാണ്, നല്ല തണുത്ത വെള്ളമാണ്. നല്ല വെള്ളച്ചാട്ടം കാണാൻ ആസ്വദിച്ച് പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഞങ്ങൾക്ക്. ഒരു വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ അനു ഇളകൊള്ളൂർ ഇവിടേക്ക് എത്തിയത്. അനു വരുമ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ആ സ്റ്റാറ്റസ് ഇട്ട ചേട്ടൻ ബിബിൻ. എന്റെ വീട് ഏതാ? എന്താണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ്? ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് പെട്ടെന്ന്, പക്ഷേ വല്ലാത്ത സ്റ്റാറ്റസ് ആയി. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമുക്ക് ഇടുന്ന ചെറിയ സ്റ്റോറി പോലെ ഇട്ടുന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലം. കാരണം ചേട്ടന്റെ വീട് ഈ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത പ്രദേശത്താണ്. ഒരു ചെറിയ പാലം അങ്ങോട്ട് കിടക്കാൻ. ഇത് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടാണോ ഇങ്ങനെ വീട് വെച്ചത്? അല്ലല്ല, ഇത് കണ്ടപ്പോൾ ഇവിടെ വസ്തു കിട്ടി അങ്ങനെ മേടിച്ചു. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പൊതുവിൽ ആർക്കും അറിയില്ല. അറിയാം, കുറവാണ് ആൾക്കാർക്കൊക്കെ അറിയാം. നാട്ടുകാർക്കൊക്കെ അറിയാം, വേറെ വെളിയിലോട്ടുള്ള ആൾക്കാരൊന്നും അറിയില്ല. കവിയുടെ വരികൾ കടമെടുക്കുകയാണ്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പുനർജന്മം ഒരുപക്ഷെ ഒരു കെട്ടുകഥയായിരിക്കാം. എന്തായാലും ഈ ജന്മത്തിൽ കാണാനുള്ളതെല്ലാം, ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിച്ച് മടങ്ങുക. സഞ്ജയ് ഇക്ബാലിനും അനു ഇളകൊള്ളൂരിനും അഭിലാഷ് കൈതമണ്ണിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അങ്ങനെ ശ്രീജിത്തിനെ ഒരു പാട്ടുകാരനാക്കി 20 ഏക്കർ വെള്ളച്ചാട്ടം. മനോഹരമായ സ്ഥലത്തേക്ക് ഇനി ഒരുപാട് യാത്രകൾ, ഒരുപാട് പേർക്ക് പോകാനും ഭംഗി ആസ്വദിക്കാനും ഒക്കെ കഴിയട്ടെ. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കാഴ്ചകളും വാർത്തകളുമായി റൈഡിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തും. നിങ്ങളുടെ നാടുകളിലേക്ക് എത്തും. നിങ്ങളുടെ പ്രശ്നങ്ങളുള്ള, നിങ്ങളുടെ മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ റൈഡിംഗ് റിപ്പോർട്ടർ ഇനിയും വണ്ടി ഓടിച്ചെത്തും. ഇനി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം.